പിന്നെ നമുക്ക് അമേരിക്കയിലേക്ക് പോകാം. ന്യൂജേഴ്സിയിൽ നമ്മുടെ മധു കൊട്ടാരക്കര കാത്തു നിൽക്കുന്നുണ്ട്. കൊളംബിയയും അമേരിക്കയും നേർക്കുനേർ. കൊളംബിയയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക നികുതി ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരുടെ വിമാനത്തിന് കൊളംബിയ ലാൻഡിംഗ് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ ചേരുന്നു. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഗുഡ് ഈവനിങ് ആണ്. ഇവിടെയുള്ള പ്രേക്ഷകർക്ക് ഗുഡ് മോർണിംഗ് കൂടെ പറയുന്നു. ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. അപ്പോൾ കാര്യങ്ങൾ വഷളായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അമേരിക്കയുടെ ശക്തമായ നിലപാട് അല്ലെങ്കിൽ ട്രംപൻ നയങ്ങൾ, അതിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊളംബിയയുടെ ഈ വിഷയത്തെ കാണാം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ കുടിയേറ്റക്കാരെ തിരിച്ചയക്കും എന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ കൊളംബിയ അനുമതി നിഷേധിക്കുന്നു. ഇതുപോലെ മറ്റ് രാജ്യങ്ങളും തുടർന്നാൽ എന്താവും സ്ഥിതി എന്ന വലിയ ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. അമേരിക്കയും കൊളംബിയയും നേർക്കുനേർ പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അനധികൃത കുടിയേറ്റക്കാരുമായി കൊളംബിയയിലേക്ക് പറന്ന 2 അമേരിക്കൻ സൈനിക വിമാനങ്ങൾ നിലത്തിറങ്ങുവാൻ കൊളംബിയ അനുവാദം നൽകാത്തതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. കൊളംബിയയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക നികുതി ഇതിനെ തുടർന്ന് ഏർപ്പെടുത്തുകയും ചെയ്തു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്നെയുമല്ല, കൊളംബിയയിൽ നിന്നുള്ളവരുടെ വിസ പ്രോസസ്സിംഗ് അമേരിക്ക സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതിദിനം ഏതാണ്ട് 1000-ലധികം വിസകളായിരുന്നു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഈ സൈനിക വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ച വ്യക്തികൾക്ക് അമേരിക്കയിലേക്കുള്ള യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും അറിയിക്കുന്നുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തിരിച്ചടി പോലെ അമേരിക്കൻ ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് ഒരു 25% നികുതി ചുമത്തുവാൻ കൊളംബിയൻ പ്രസിഡന്റ് ഗസ്റ്റാവോ പെട്രോയും ഉത്തരവിടുകയുണ്ടായി. ഇത് അമേരിക്ക സ്വീകരിച്ചതുപോലെ തന്നെ തങ്ങളും സ്വീകരിക്കുന്നുവെന്നാണ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇത്തരം ഒരു നികുതി ഏർപ്പെടുത്തുവാനായിട്ട് കൊളംബിയൻ പ്രസിഡന്റ് ഉത്തരവിട്ടത്. ഇനിയും ഈ കൂടുതൽ നിയന്ത്രണങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് മറ്റ് രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടൊക്കെ കണക്കാക്കണമെന്നും വൈറ്റ് ഹൗസ് ഈ അനധികൃത കുടിയേറ്റക്കാരുമായിട്ട് കൊളംബിയയിലേക്ക് പോയി വിമാനങ്ങൾ തടഞ്ഞതിനെ തുടർന്നുള്ള ഈ നടപടികൾ എടുത്തതിനെ കുറിച്ചുള്ള ഒരു പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഈ കൊളംബിയയിലെ സാമ്പത്തിക വിദേശകാര്യ വിദഗ്ധർ ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുന്നത്, കൊളംബിയൻ ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുന്നത് വളരെ സംയമനത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടണം, അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഒരു കാരണവശാലും വഷളാക്കരുതെന്നാണ് മുൻ വിദേശകാര്യ മന്ത്രിമാരും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രജിൻ ക്രിസ്റ്റീന, 2024 ഏതാണ്ട് ഇരു സർക്കാരുകളുടെയും അംഗീകാരത്തോടെ US നിന്ന് കൊളംബിയയിലേക്ക് സമാന രീതിയിൽ 124 വിമാനങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാരെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണ, പ്രജിൻ. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ പൊട്ടലും ചീറ്റലുമൊക്കെ ചെറിയ രീതിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഇപ്പൊ ട്രംപിന്റെ നടപടികൾ എന്ന് പറഞ്ഞാൽ തിടുക്കപ്പെട്ടാണ്. മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു ദിവസം ഇതുപോലെ വിമാനത്തിൽ കയറ്റി ആൾക്കാരെ തിരിച്ചയക്കുമ്പോൾ അവർക്കും പല നടപടിക്രമങ്ങളും പാലിക്കാനുണ്ട്, അവർക്കും അതിനായുള്ള സജ്ജീകരണങ്ങൾ നടത്താനുണ്ട്. അപ്പൊ ആ രാജ്യത്തെ നേരത്തെ തന്നെ അറിയിക്കുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. എത്ര പേര് വരും എന്നൊന്നും അവർക്കറിയില്ലല്ലോ. മാത്രമല്ല അമേരിക്ക ഇത് ബാധിക്കും. കാരണം അന്ന് ഒരുപക്ഷെ ട്രംപിന്റെ മുന്നിൽ വെച്ച് ആ ബിഷപ്പ് പറഞ്ഞു തുറക്കുന്നുണ്ടല്ലോ, ആ വനിതാ ബിഷപ്പ് പറഞ്ഞത്, അതായത് ഇതിൽ ഈ അനധികൃത കുടിയേറ്റക്കാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്താക്കാൻ പോകുന്നത് അമേരിക്കയുടെ തന്നെ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ്. പ്രത്യേകിച്ചും ഈ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വീപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെയാണ് പലപ്പോഴും ഇതിനകത്തുള്ളത്. അപ്പൊ അവരെ പുറത്താക്കുമ്പോൾ പെട്ടെന്ന് അത് അമേരിക്കയും ബാധിക്കാൻ പോവുകയാണ്. അതൊക്കെ തിരിച്ചറിയണം എന്നാണ് പറഞ്ഞത്. മുൻ റിസർവ് ബാങ്ക് ഗവർണറായ ഡോക്ടർ രഘുറാം രാജനും ഇതേ അഭിപ്രായം. അമേരിക്കയ്ക്കാണ് ഈ നയങ്ങൾ ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നതെന്നാണ് അദ്ദേഹം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ പറഞ്ഞത്.